അൽ മർഅതു കുല്ലുഹാ ഔറ ശഫീഉനാ റസൂലുള്ളാഹി. ഉറക്കെ പറയും ശഫീഉനാ റസൂലുള്ളാഹി. പെണ്ണെന്ന് പറയുന്നത് അവരുടെ തലയിലെ മുടി മുതൽ കാലിൻ്റെ നഖം വരെ മറച്ചിരിക്കണം. അന്യരിൽ നിന്ന്, അന്യരായ പുരുഷനാണോ തലയിലെ മുടി മുതൽ കാലിൻ്റെ നഖം വരെ കാണാൻ പാടില്ല, ഫുൾ ബോഡി മറക്കണം. ഭർത്താവിൻ്റെ മുന്നിൽ അനുവദനീയമാണ് എന്ത്? ശരീരത്തിൻ്റെ നഗ്നതകൾ മുഴുവനും കാണിക്കൽ അനുവദനീയമാണ് ഭർത്താവിൻ്റെ മുന്നിൽ. ഭർത്താവിൻ്റെ മുന്നിൽ. അതേ സമയത്ത് അന്യരുടെ മുന്നിൽ ശരീരത്തിന്റെ നഗ്നതകൾ മുഴുവനും മറക്കണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. വളരെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ولا يبدين زينتهن إلا لبعولتهن. സ്ത്രീകൾ അവരുടെ നഗ്നതകൾ വെളിവാക്കാൻ പാടില്ല സ്വന്തം ഭർത്താവിന്റെ മുന്നിലല്ലാതെ എന്ന് വിശുദ്ധ ഖുർആൻ. അവിടെ വിശദീകരിക്കേണ്ടത് വേറെ കുറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, നിൽക്കട്ടെ. ഇവിടെ ഭർത്താവിന്റെ മുന്നിൽ ശരീരത്തിന്റെ നഗ്നതകൾ മുഴുവനും ഒരു പെണ്ണിന് കാണിക്കൽ അനുവദനീയം. അന്യരാക്കപ്പെട്ട ആളുകളുടെ മുന്നിൽ ശരീരത്തിന്റെ നഗ്നതകൾ മുഴുവനും മറച്ചു നിൽക്കണം. അവിടെ ശ്രദ്ധിക്കണേ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹിജാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മറ എന്നാണ് അതിന്റെ അർത്ഥം. മറ. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ എന്നാണ്. ഇപ്പൊ വിവാദം നിൽക്കുന്നത് ഏത് വിഷയത്തിലാണ്? തലമറയ്ക്കുന്ന വിഷയത്തിലാണ്. തലമറയ്ക്കുന്ന ഒരു വിഷയത്തിലാണ് ഈ വിവാദം നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കാൻ പോയാൽ ശരീരം മുഴുവൻ മറയ്ക്കുന്ന വിഷയം പറയേണ്ടി വരും. തലമറയ്ക്കുന്ന വിഷയത്തിൽ ആർക്കും ഒരു എതിരഭിപ്രായമില്ല. നിർബന്ധമായിട്ടും മറച്ചിരിക്കേണ്ടതാണത്. തലമറയ്ക്കാന്ന് പറയുന്നത് നിർബന്ധമായും മറച്ചിരിക്കണം. ഇതൊക്കെ ചർച്ച വന്നതും ഇതൊക്കെ വലിയ വിവാദമാകുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ ഉമ്മത്തിൽപ്പെട്ടതാകുന്ന ആളുകൾ തന്നെ ഇതൊന്നും മറക്കാത്തവരായിട്ട് വന്നുപോയി. അതുകൊണ്ടാണ് ഇതൊക്കെ ഇസ്ലാമിൽ പെട്ടതാണോ അല്ലേ എന്നുള്ള ചർച്ച തന്നെ വന്നത്. പണ്ട് കാലം മുതലേ കറക്റ്റായിട്ട് വന്നിരുന്നുവെങ്കിൽ, ധരിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും ചർച്ചയ്ക്ക് തന്നെ പോകില്ല, ഒരു കേസും പോകില്ല, ഒരു കോടതി അതിനകത്ത് ഇടപെടൂല. കാരണം എന്താ? അതവന്റെ വസ്ത്രത്തിന്റെ ശൈലിയാണ്. ഇത് മുസ്ലിമീങ്ങളിൽ പെട്ടതാകുന്ന ഉമ്മമാര് തന്നെ പറയാൻ തലയൊന്നും മറക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അത്തരത്തിൽ നടക്കുന്ന ആളുകൾ നമുക്കിടയിൽ വലിയ ഫെമിനിസ്റ്റ് വാദികൾ കടന്നുകൂടിയിട്ടുണ്ട്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പരിപൂർണമായി മറച്ചിരിക്കണം, അതാണ് നിയമം. നോക്കൂ നിങ്ങൾ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മർഅതു കുല്ലുഹാ ഔറാ ഇദാ ഖറജത് ഇസ്തശറഫഹ ശൈത്താൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, പെണ്ണ് ശരീരം മുഴുവനും നഗ്നതയാണ്. പരപുരുഷന്മാരിൽ നിന്ന് മറപാലിക്കൽ നിർബന്ധമാണ്. തലയിലെ മുടി മുതൽ കാലിന്റെ നഖം വരെ പരപുരുഷന്മാരെ തൊട്ട് മറക്കൽ നിർബന്ധമാണ്. ഇദാ ഖറജത്, ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ നഗ്നത മറയ്ക്കാതെ ശരീരത്തിന്റെ ഉടയാടകൾ പുറത്ത് കാണിക്കത്ത വിധത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ അവരുടെ പൊക്കിൾ കുഴികളും അവരുടെ പിൻഭാഗവും അവരുടെ മുൻഭാഗവും അവരുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങളും അംഗലാവണ്യങ്ങളെ പുറത്ത് കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ ചെറുപ്പക്കാരാകുന്ന യുവാക്കളെ അവളിലേക്ക് ആകർഷിക്കുന്ന വിധത്തിൽ പിശാച് വെളിവാക്കി കാണിക്കുമത്രേ. അവളുമായിട്ട് ചങ്ങാത്തം മുൽകാൻ, അവളുമായിട്ട് ബന്ധപ്പെടാൻ, അവളുമായി കണക്ഷൻ വെക്കാൻ ചെറുപ്പക്കാരെ പിശാചി ഇളക്കി വിടുമത്രേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ പെണ്ണ് ശരീരം മുഴുവനും മറക്കൽ നിർബന്ധമാണ്. തലയിലെ മുടി മുതൽ കാലിന്റെ നഖം വരെ ഔറത്താണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പരിശുദ്ധമായ മദീനയിൽ മിമ്പറിൽ വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ തുർഖി ശബറൻ മിനസ്സൗബി. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ ഉമ്മമാരോട്, പെൺമക്കളോട് പറയണേ, കാലിന്റെ അടിയിലേക്ക് ഒരു ചാൺ വസ്ത്രം സ്ത്രീകൾ താഴ്ത്തിയിടണേ എന്ന് പറയണേ. ഹബീബുനാ റസൂലുള്ളാഹി. അരയങ്കടപ്പുറത്തുള്ള പ്രിയപ്പെട്ട ഉപ്പമാര്, ഞാൻ ഈ പറയുന്ന ചരിത്രങ്ങളും ഈ പോതുന്ന ആയത്തുകളും ഒന്ന് ചിന്ത കൊടുക്കണേ, ഒന്ന് ശ്രദ്ധ കൊടുക്കണേ. നിങ്ങളുടെ ഭാര്യ ഏത് തരക്കാരിയാണ്, ഏത് രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത്, ഏത് മോഡലാണ് അവൾ അവലംബിക്കുന്നത്, ഇസ്ലാം പറഞ്ഞ രീതിയിൽ എൻ്റെ ഭാര്യ ഇന്ന് വരെ ജീവിച്ചിട്ടുണ്ടോ, എൻ്റെ ഉമ്മ ഇന്ന് വരെ ജീവിച്ചിട്ടുണ്ടോ, എൻ്റെ പെങ്ങൾ ഇന്ന് വരെ ജീവിച്ചിട്ടുണ്ടോ? ഒരു വേള ചിന്തിക്കുകയും ഇല്ല എങ്കിൽ അവരെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട അനിവാര്യമാണ്. ഇനിയെങ്കിലും നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം. നമുക്ക് മോശമായ ശൈലി പാടില്ല. നമ്മൾ മരിക്കേണ്ടവരാണ്, ഖബറിലേക്ക് പോകേണ്ടവരാണ്. മോശപ്പെട്ട വസ്ത്രവിധാനം നടത്തേണ്ടവരല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ തുർഖി ശബറൻ മിനസ്സൗബി. നെരിയാണിക്ക് താഴോട്ട് അവരുടെ ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണേ. സ്ത്രീകൾ വസ്ത്രം താഴ്ത്തിയിടണേ. അന്യരാകുന്ന പുരുഷന്മാർക്ക് മുന്നിൽ അവരുടെ കാല് കാണിക്കാൻ പാടില്ല. അവരുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ദർശിപ്പിക്കാൻ പാടില്ല. ഉടനെ സ്വഹാബത്തിൽ ചിലർ എഴുന്നേൽക്കുകയാണ്. ഫഖാലൂ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്കാകെയുള്ളത് ഒട്ടകമാണ്. ഈ മരുഭൂമിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഒട്ടകം മാത്രമാണ് വാഹനമായിട്ടുള്ളത്. ഒട്ടകത്തിന് പുറത്തേക്കും ഒട്ടകക്കട്ടിലേക്കും മറ്റൊക്കെ ഞങ്ങളുടെ ഭാര്യമാര് കാലെടുത്തു വെക്കുമ്പോ, പൊക്കമുള്ള ഒട്ടകത്തിന് പുറത്തേക്ക് കയറുമ്പോ ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും ചിലപ്പോൾ കാലിന്റെ അടിഭാഗം കാണാൻ ചാൻസ് ഉണ്ട്. റസൂലേ, പാദം കാല് പരസ്പരം കാണാൻ ചാൻസ് ഉണ്ട്. അന്യരാകുന്ന പുരുഷന്മാര് ദർശിക്കാൻ ചാൻസ് ഉണ്ട്. റസൂലേ, എന്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ആരെയും കടപ്പുറത്തുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിച്ചു വെക്കേണ്ട പാഠമാ. ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടിട്ടും ഒട്ടകത്തിന്റെ പുറത്തേക്കോ ഒട്ടക കട്ടിലേക്കോ മുകളിലത്തെ സ്ഥലത്തേക്കോ നിങ്ങൾ കയറുമ്പോ കാലിന്റെ താഴ്ഭാഗം കാണാൻ ചാൻസ് ഉണ്ട് എങ്കിൽ ഒരു ചാൺ മാത്രം താഴ്ത്തിയിട്ടാൽ പോരാ. ഓരോ മുഴം കൂടി താഴ്ത്തിയിടണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. എത്ര വലിയ സന്ദേശമാണ്. ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും കാലിന്റെ കാൽപാദം അന്യരാകുന്ന വ്യക്തി മുകളിലത്തെ തട്ടിലേക്ക് കയറുമ്പോ, മച്ചും പുറത്തേക്ക് കയറുമ്പോ കാണാൻ ചാൻസ് ഉണ്ട് എങ്കിൽ ഒരു ചാണ് താഴ്ത്തിയിട്ടാൽ പോരാ, മുഴം കൂടി താഴ്ത്തിയിടണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്നാലും അന്യരെ കാണിക്കാൻ പാടില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി ആണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കണം. നമ്മൾ അന്യരാകുന്ന വ്യക്തികളെ കാണിക്കാൻ പാടില്ല. വിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്. കാല് അപ്പൊ തല കാണിക്കാവോ? തലയും കാണിക്കാൻ പാടില്ല അന്യരോട്, കേട്ടോ. കാരണം എന്താ? ഇതൊക്കെ കാണിച്ചിട്ടാണ് അവൻ പതുക്കെ നമ്പരും വാങ്ങിച്ചുകൊണ്ട് പോയി 3ന്റെ അന്ന് ഇറങ്ങിപ്പോയത്. ആണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഈ വിഷയങ്ങളൊക്കെ ഇസ്ലാം പറയുന്നത്. അന്യരുമായി കൊഞ്ചിക്കൊഴയാൻ പാടില്ല. ഭർത്താവിന്റെ മുന്നിൽ ഇതൊക്കെ കാണിച്ചോ, ഒരു പ്രശ്നമല്ല. നിനക്ക് അനുവദിക്കപ്പെട്ട വ്യക്തിയാണത്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇതൊന്നും കാണിക്കാനില്ല. എല്ലാ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത്ര എടുക്കുന്നുള്ളൂ. ബാത്റൂമിലേക്ക് വരുമ്പോഴോ അല്ല നേരെ ബെഡ്റൂമിലേക്ക് വരുമ്പോഴുള്ള വസ്ത്രവിധാനം എന്താണ്? എന്താ വസ്ത്രം? നല്ല മത്തിയും മുറിച്ച് വെച്ചിട്ട് കരിയും വെച്ചോണ്ട് ഇക്കാക്കാന്ന് പറഞ്ഞ് ഇക്കാക്ക പുറകു വഴി ഒറ്റ ഓട്ടോ ഓടി. ഈ വഴിക്ക് തന്നെ വന്നിട്ടില്ല. കടപ്പുറത്ത് അന്ന് പോയതാ, തിരിച്ചു വന്നിട്ടില്ല. 70% ത്വലാഖിലേക്ക് എത്തിപ്പെടുന്നത്, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുള്ളത് ശാരീരിക ശുദ്ധിയും വസ്ത്രത്തിന്റെ വിശുദ്ധിയുമില്ലായ്മയാണ്. അതാദ്യം മനസ്സിലാക്കണത്. 70%.
ഈ കഞ്ചാവ് അടിച്ച പോലെയുള്ള സിഗരറ്റും വലിച്ചിട്ട് ചുംബിക്കാൻ വേണ്ടി ചെന്നാൽ പെണ്ണുങ്ങൾ ചുംബന സമരം തീർക്കും. പെണ്ണുങ്ങൾ പിന്നെ പുറത്തു പറയുന്നതേ ഉള്ളൂ. കാരണം വായിക്കാത്തത് വരുന്ന ദുർഗന്ധം വല്ലാത്ത ദുർഗന്ധമാണ്, നിങ്ങളറിയുന്നില്ല. കാരണം എന്താണ്? നിങ്ങളതിനെ അഡിക്റ്റായിപ്പോയി. നിങ്ങളുടെ ശരീരവും അതിനൊക്കെ വല്ലാതെ ഇഴുകിച്ചേർന്നിട്ടുണ്ട്. അതുമായിട്ട് ഭാര്യ എടുത്തിട്ട് വന്നപ്പോൾ ഭാര്യയ്ക്ക് വിഷമവും ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്. അവളത് പറയുന്നില്ല. അത് പറയുന്നത് അന്യനോടായിരിക്കും, ഇതൊന്നും ഇല്ലാത്തവനോട്. അവനോ ഇവളുടെ ശരീരം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുണ്ടെങ്കിലും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി നടക്കുന്നവനാണ്. അവനുമായി ഇഴുകിച്ചേരാൻ അത് കൂടുതൽ കാരണമായി തീരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വായ്നാറ്റം വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ദുർഗന്ധം എപ്പോഴും മിസ്വാക്ക് ചെയ്യണം. ദന്തശുദ്ധീകരണം അനിവാര്യമാണ്. പല്ല് നല്ല വൃത്തിയായി കൊണ്ട് നടക്കണം. നമ്മുടെ കക്ഷം, നമ്മുടെ ഗുഹ്യം, നമ്മുടെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും വിയർപ്പ് വല്ലാത്ത ദുർഗന്ധമുണ്ടാക്കുന്നതാണ്. നമ്മൾ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞു വന്ന് നല്ല കഴുകി ശുദ്ധിയാക്കി നല്ല കുളിച്ച് വൃത്തിയായിട്ട് വേണം എപ്പോഴും നിൽക്കാൻ, കിടപ്പറയിലേക്ക് പ്രവേശിക്കാൻ. സ്ത്രീകളും അങ്ങനെ തന്നെ വേണം. അതില്ലാതെ വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാകും. എത്രയോ കുടുംബങ്ങൾ അങ്ങനെ തകർന്നു പോയിട്ടുണ്ട്. എത്രയോ മഹല്ലത്തുകളിൽ അത്തരത്തിലുള്ള കേസുകൾ നിലവിൽ നിൽപ്പുണ്ട്. ഭർത്താവുമായിട്ടുള്ള ജീവിതത്തിൽ സംതൃപ്തിയില്ലാതെ വരുന്നതിന്റെ കാരണം വസ്ത്രത്തിന്റെ വിശുദ്ധിയില്ലായ്മയും ശരീരത്തിന്റെ ശുദ്ധിയില്ലായ്മയുമാണ്. പല സ്ത്രീകളും അത് പറയാറില്ല, സഹിക്കുകയാണ് എങ്ങനെയെങ്കിലും. പല പുരുഷന്മാരും അത് പറയാറില്ല, അവരും സഹിക്കുക തന്നെയാണ്. രണ്ട് ഭാഗങ്ങളിലുമുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കാത്തവർ. കല്യാണത്തിന്റെ അന്നത്തെ ദിവസമാണ് ആദ്യ രാത്രിയിലൊന്ന് കുളിച്ചത്, പിന്നെ ഇന്ന് വരെ കുളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എത്രയോ പ്രയാസങ്ങളാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് നിസ്സാരമായി തള്ളിക്കളയരുത്. നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധിയില്ലായ്മ വളരെ ഗൗരവമായി കാണണം. ഒരു മഹല്ലത്തിന്റെ ഖത്തീബ് എന്ന നിലയ്ക്ക് എനിക്ക് ധാരാളം വിഷയങ്ങൾ അറിയാം. അതുകൊണ്ടാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാട് ആളുകൾ ഒരുപാട് സഹോദര സഹോദരിമാർ അവരുടെ സങ്കടങ്ങൾ, അത്തരത്തിലുള്ള വിഷയങ്ങൾ പങ്കുവെച്ചവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഗൗരവത്തിൽ ആ വിഷയം കാണണം, ചെറിയ കാര്യമായി കാണരുത്. നല്ലതുപോലെ അത്തർ തേക്കുന്നവരാകണം. സുഗന്ധം നമ്മൾ തേക്കുന്നവരാകണം. സുഗന്ധം വാങ്ങണം. 100 രൂപയ്ക്ക് നല്ല സുഗന്ധം വാങ്ങിച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയത് അത്തർ തേക്കുന്നവരാകണം. ആൽക്കഹോൾ ഇല്ലാത്ത സ്പ്രേ അടിക്കുന്നവരാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ള സംഗതിയാണ്. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ, നിങ്ങളുടെ ഈ ദുനിയാവിലുള്ളതാകുന്ന കോടാനു കോടി വസ്തുക്കളിൽ നിന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ അത് 3 എണ്ണമാണ്. സാബാ അത്തീബ് സുഗന്ധമാണ്, വന്നിസാഉ രണ്ടാമത്തത് എന്റെ ഭാര്യമാരാണ്, മൂന്നാമത്തത് വഖുറത്തു ഐനി ഫിസ്സലാ നിസ്കരിക്കുന്നതാണ്. ഹബീബുനാ റസൂലുള്ളാഹി. 3 കാര്യങ്ങൾ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദുനിയാവിൽ. ഒന്ന് നല്ല സുഗന്ധം. അത്തർ എപ്പോഴും വേണം നമ്മുടെ കയ്യിൽ. പക്ഷെ എപ്പോഴും വേണം. അറബികൾ അവർക്ക് 100 രൂപ കിട്ടിയാൽ, ഞാൻ ഉദാഹരണം പറയാം, 100 രൂപ കിട്ടിയാൽ അതിന് 70 രൂപയും ചെലവഴിക്കുന്നത് എന്തിനാ? നല്ല സുഗന്ധം വാങ്ങാനാണ്. നമ്മൾ 70 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താ വാങ്ങുന്നത്? 70 രൂപയ്ക്ക് എന്താ വാങ്ങുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. 70 വാങ്ങണ്ട. നിങ്ങൾ അത്രയൊന്നും പൈസ കൊടുത്ത് വാങ്ങണമെന്നല്ല. 10 രൂപ, 100 രൂപ കിട്ടിയൊരു 10 രൂപയ്ക്ക് നല്ലൊരു അത്തർ മാസത്തിലെങ്കിലും. ഇത് പെരുന്നാളിലെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വാതിലിൻ്റെ സദസ്സിൽ അത്ര കച്ചവടക്കാരൻ വന്ന് അവൻ്റെ അടുത്തോട്ട് പോയിട്ട് ഇച്ചിരി ഒന്ന് തൂത്താട്ടെ, ഇതേതാന്ന് വെച്ചിട്ട് ഫുള്ള് മേൽ മുഴുവൻ തൂത്തോട്ട് എന്നാൽ പോയിട്ട് വരും, നാളെ വന്ന് വാങ്ങിച്ചോണം കേട്ടോ, പിന്നെ ആ വഴിക്ക് വരുത്തില്ല. ഇതാ പരിപാടി. അങ്ങനെ ഫ്രീ ആയിട്ടുള്ള പരിപാടിയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും തൂത്ത് കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ അതിനിടയിലോട്ട് വിരൽ കയറ്റി വെച്ചേക്കും. നമ്മുടെയും കൂടെ വിരലോട്ട് തൂത്തയാളാം. അങ്ങനെ ഓസിനുള്ള പരിപാടി അതല്ല. അല്ലാതെ നല്ല റാഹത്തായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് തേക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ളത് അത്തറായിരുന്നു, സുഗന്ധം. ആൽക്കഹോൾ ഇല്ലാത്ത സ്പ്രേകൾ കിട്ടും. ആൽക്കഹോൾ ഉണ്ടാകുമ്പോൾ രസമാണ്. അതില്ലാത്തത് അത് പ്രത്യേക സ്പ്രേയിൽ എഴുതിയിട്ടുണ്ടാവും. അത് വാങ്ങിച്ചിട്ട് അത് തേക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ നബി പറഞ്ഞത്, എൻ്റെ ഭാര്യമാരെ എനിക്ക് വലിയ പ്രിയമാണ്. ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതാണ്. ഒരാൾക്ക് പറയാൻ സാധിക്കുമോ ഈ ദുനിയാവിൽ കോടാനുകോടി വസ്തുക്കൾക്കിടയിൽ എനിക്ക് ഏറ്റവും പ്രിയം എൻ്റെ ഭാര്യയാണ് എന്ന്? റസൂൽ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയാണ് വല്ലാത്ത ഇഷ്ടം. എൻ്റെ ഭാര്യമാരോട് എനിക്ക് വല്ലാത്ത പ്രിയമാണ്. നമ്മൾ ഭാര്യയുടെ കൂടെ നിലകൊള്ളാൻ സമയങ്ങൾ ചെലവഴിക്കണം ഭർത്താക്കന്മാർ. ഇന്ന് വളരെ കുറവാണത്.
പലപ്പോഴും സമയങ്ങൾ ചെലവഴിക്കുന്നത് മറ്റെവിടെങ്കിലുമാണ്. കൂട്ടുകാരുമായിട്ട് ചീട്ട് കളിച്ചിട്ടോ, അല്ലെങ്കിൽ പുറത്ത് കൂട്ടുകാരുമായി സിഗരറ്റ് വലിച്ചോ, ഏതെങ്കിലും കടപ്പുറത്തിന്റെ ഏതെങ്കിലും തിരയെണ്ണിക്കൊണ്ടോ, ഏതെങ്കിലും ഭാഗത്ത് കപ്പരണ്ടിയും കുറിച്ചുകൊണ്ടോ നിലകൊള്ളുന്നൊരവസ്ഥ. അങ്ങനെ ആകാൻ പാടില്ല. ആവശ്യമില്ലാത്ത സംസാരങ്ങളും ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും ഒഴിവാക്കി നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയോടൊപ്പം നിലകൊള്ളണം. ഭാര്യയും അങ്ങനെ തന്നെയാകണം. ഭർത്താവ് ഒന്നിച്ചിരുന്നു കൊണ്ട് സംസാരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തണം. വൈകുന്നേര സമയമായാൽ അയൽപക്കത്തെ വീട്ടുകാരുമായി ചേർന്നിരുന്ന കസേരയിട്ടിട്ട് നാട്ടുകാരുടെ മുഴുവൻ കുറ്റം പറഞ്ഞ് ഫനായും വസാദും പറഞ്ഞിരുന്നു കൊണ്ട് കടപ്പുറത്തിന്റെ കാറ്റുകൊണ്ട് ശീതള ചായയിൽ നിലകൊള്ളുന്നൊരവസ്ഥയിലേക്ക് വരാൻ പാടില്ല. നീ നിന്റെ ഭർത്താവിന് കാപ്പി ഉണ്ടാക്കി, ആ ഭർത്താവിന് സ്നേഹം കൊടുത്ത്, പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവ് കടലിൽ നിന്ന് കരയിലേക്ക് തിരിച്ചു വരുമ്പോ ആശ്വാസത്തിന്റെ തെളിനീര് നീയായിട്ട് ആ വീട്ടിലുണ്ടാവണം. നീ നല്ല കുളിച്ച് വസ്ത്രം ധരിച്ച് നല്ല റാഹത്തായ നില ഭർത്താവിന് ചായ ഇട്ട് കൊടുത്ത് അദ്ദേഹത്തിന് സ്നേഹസമ്പന്നമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ വീർപ്പ് മുട്ടിക്കണം. ഇഷ്ടം പോലെ അദ്ദേഹത്തോട് കൂട്ടുകൂടി കൊണ്ട് നിലകൊള്ളണം. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ എന്ത് സന്തോഷം നിലകൊള്ളും. ഇത് വരുമ്പോഴേ ഭർത്താവുമായിട്ട് കടിച്ചു കീറാൻ നിൽക്കുന്ന സ്വഭാവമാണ്. ഭർത്താവിനെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. തലവേദനയാണെന്നോ കാലുവേദനയാണെന്നൊക്കെ പറഞ്ഞ് തിരികടക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഉണ്ടാകുമ്പോൾ വരുന്ന ഭർത്താവ് അദ്ദേഹം അതിനേക്കാൾ ക്ഷീണിതനാണ്. കടലിനോട് മല്ലടിച്ചിട്ടാണ് ഈ കടന്നു വരുന്നത്. ആ പാവപ്പെട്ട ഭർത്താവിന്റെ മനസ്സിൽ വല്ലാത്ത വിഷമമാണ്. ഇതിനോടുള്ള സ്നേഹം നേരെ പകുതി കുറയാണ്. വീട്ടിൽ വരുമ്പോൾ ഇന്നത് ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ നടത്തണം, ഒരു 10 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം ഇന്നടുത്ത് പോകണം, ഭാര്യമായ ഒരു ഔട്ടിങ്ങിന് പോകണമെന്നൊക്കെ ചിന്തിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ മനസ്സിൽ എല്ലാം ഇരുൾ മൂടിക്കെട്ടുകയാണ് നിന്റെ കുറഞ്ഞ സമയത്തതാകുന്ന ഈ പ്രവർത്തനം കാരണമായി. അതുകൊണ്ട് ഭാര്യമാരും മാന്യമായ രീതിയിൽ ഇടപെട്ടെ. അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വേറെ ആരുമില്ലെങ്കിൽ വീട്ടിന്റെ വെളിയിലേക്ക് കടന്നു ചെന്ന് തന്റെ ഭർത്താവിന്റെ കൈക്ക് പിടിച്ച് കയ്യിലുള്ള സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചെടുത്ത് ഭർത്താവുമായിട്ട് കൈ പിടിച്ചിട്ട് നേരെ അകത്തേക്ക് കയറി വരും. ഭർത്താവിനെ പിടിച്ചിരുത്തും. നല്ല തണുത്തമാകുന്ന വെള്ളം ഏതാണോ ഉള്ളത് അത് ഭർത്താവിന് വേഗം തന്നെ കൊടുക്കും, ആദ്യം തന്നെ കൊടുക്കും. അത് കൊടുക്കുമ്പോൾ തന്നെ പകുതി ആശ്വാസമാണ്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ചോദിക്കും, എന്തായി നിങ്ങളുടെ യാത്രയുടെ വിവരണങ്ങൾ. ഒരു ഭർത്താവ് ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഭാര്യയോടാണ്. ഭാര്യയ്ക്കത് കേൾക്കാൻ സമയമുണ്ടാകണം. അങ്ങനെ ഭർത്താവ് ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ. അലി റളിയല്ലാഹു അൻഹു യാത്ര ഇങ്ങനെയായിരുന്നു, റസൂലുള്ളാഹിയോടൊപ്പം ഇന്നടുത്ത് പോയി, ഇന്നടുത്ത് കൂടി, ഇന്നടുത്ത് താമസിച്ചു ഒക്കെ പറയും. ചുരുക്കി വിവരിക്കാൻ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അതെല്ലാം സാഗൂതം ശ്രദ്ധ ചെലുത്തി കേൾക്കുകയാണ്. ഇന്നത്തെ സഹോദരിമാർക്ക് ഇതിന് സമയമുണ്ടോ? വരുമ്പോൾ തന്നെ മക്കളോട് പറയാൻ, വാപ്പാടെ പറഞ്ഞേക്കാൾ അവിടെ ഇരിപ്പുണ്ട് ഭക്ഷണം ഒന്നും, എന്നിട്ട് അപ്പുറത്ത് അയൽവക്കത്ത് പോയിരുന്നിട്ട് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുക. ആളിവിടെ ഇല്ല. ഭർത്താവിന്റെ ജോലി തിരക്കുകളും അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾക്ക് ഒരു വില കാണാത്ത അവസ്ഥ. അതൊക്കെ സമൂഹത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാറണം. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ നമുക്ക് കാണിച്ചെന്നൊരു മാതൃകയുണ്ട്. ആ മാതൃകയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഓർമ്മപ്പെടുത്തുകയാണ്, യർഹമില്ലാഹു നിസാഅൽ മുഹാജിറാത്തിൽ ഔലി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ കാലഘട്ടത്തിലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തതാകുന്ന മുഹാജിറത്തുകളാകുന്ന സ്ത്രീകൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ. ഉമ്മമാർക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ദുആ ആണ്. എന്തേ കാരണമെന്നറിയുമോ? ലമ്മാ അൻസലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്, ഖുർആൻ ഇറക്കുകയാണ്. ഏതാണ് ആയത്തെന്നറിയുമോ? വല്ലളിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. സ്ത്രീകൾ അവരുടെ മുഖം മറച്ചിരിക്കുന്നതായ മുഖമക്കന കൊണ്ട് അവരുടെ മാരണം കൂടി മറക്കട്ടെ. നീളമുള്ള വസ്ത്രം ധരിക്കട്ടെ, മുഖം മറച്ചിരിക്കുന്ന മുഖമക്കന കൊണ്ട് മാരണം കൂടി മറക്കട്ടെ എന്നുള്ള വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം വന്നപ്പോ അവരോടുകയാണ്, ശഖഖന മുറൂതഹുന്ന. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പരിശുദ്ധരാകുന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നതായ മുഹാജിറത്തുകളാകുന്ന സ്ത്രീകൾ അവർ ഓടുകയാണ്. നേരെ പോകുന്നത് സുബ്ഹാനല്ലാഹ് വീട്ടിനുള്ളിലേക്ക്. അവർക്ക് ധരിക്കാനുള്ള വസ്ത്രമില്ല. പാവപ്പെട്ടവരാണ്. പക്ഷേ ഖുർആനിന്റെ കൽപ്പന പരിപൂർണമായി ശിരസാവഹിക്കണമല്ലോ, മാറുകൂടി മറയ്ക്കണമല്ലോ. അതിനുള്ള വസ്ത്രം തികയാതെ വന്നപ്പോ ശഖഖന മുറൂതഹുന്ന,
അവരുടെ പുതപ്പ് വല്ലാതെ വലിച്ചു കീറുകയാ. ആ കരിമുടമെടുത്തുകൊണ്ട് ഫഖതമറന ബിഹി, അവരുടെ മാറിടം കൂടിയവർ മറച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ രീതിയിൽ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങിയപ്പോ ആ ഖുർആനിന്റെ വിധിവിലക്കുകൾ പരിപൂർണമായി ശിരസാവഹിച്ചുകൊണ്ട് ജീവിതം പരിപൂർണമായി കാഴ്ചവെച്ചതായ മുഹാജിറത്തുകളാകുന്ന സ്ത്രീകൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. നമുക്കിന്ന് ഖുർആനുണ്ട്. ആ ഖുർആൻ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഷെൽഫുകൾ വെച്ചിരിക്കുകയാണ്. പാരായണം ചെയ്യുന്നവർ കുറവാണ്. ആ ഖുർആനിന്റെ വഴികളിലേക്ക് നടക്കുന്നവർ ഖുർആന്, ആ ഖുർആൻ ഓതുന്നവർ കുറവാണ്. ആ ഖുർആൻ പഠിക്കുന്നവർ വളരെ കുറവാണ്. ആ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം നമുക്കുണ്ടോ സഹോദര, നമുക്കുണ്ടോ സഹോദരി? അരങ്ങടപ്പുറത്തുള്ള ഓരോ ഉമ്മമാരും നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ദുആ ചെയ്തതുപോലെ നമുക്കും ലഭിക്കുമോ ഒരു പ്രാർത്ഥന? നമുക്കും കിട്ടുമോ ഒരു ദുആ? ഖുർആനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവരാണോ? ഖുർആൻ ഇതാ ഒരു കൽപ്പന പറയുകയാണ്. കേൾക്കണേ കാതുള്ളവർ, ഓർക്കണേ, ഖുർആനിന്റെ കൽപ്പനയാണ്. യാ അയ്യുഹൻ നബിയോ ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നബിയേ നബിയേ, തങ്ങൾ തങ്ങളുടെ ഭാര്യമാരോട് പറയണേ, തങ്ങളുടെ പെൺമക്കളോട് പറയണേ, ലോകത്തുള്ള സർവ്വ സഹോദരിമാരോട്, അരങ്ങടപ്പുറത്തുള്ളവരെ മാത്രമല്ല, ലോകത്തിന്റെ ഏത് കോണുകളിൽ മുസ്ലിമീങ്ങളുണ്ടോ സഹോദരിമാരുണ്ടോ അവർക്കെല്ലാവരോടും ഗുണദേശമുണ്ടാവണേ, അവരെ എല്ലാം ഉപദേശിക്കണേ റസൂലേ. എന്തേ കാരണമെന്നറിയുമോ? യുദ്നീന അലൈഹിന്ന മിൻ ജലബീബിഹിന്ന, അവരെല്ലാവരും മുഖം മറച്ച് നടക്കണേ എന്ന് അവരോട് പറയണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അന്യരാകുന്ന പരപുരുഷന്മാർക്ക് മുന്നിൽ പെണ്ണേ നിന്റെ തലയുടെ മുടി മുതൽ കാലിന്റെ നഖം വരെ ഔറത്താണ്. ഇത് കുമ്മനമസ്താദിന്റെ വാക്കല്ല, ഇത് വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനമാണ്. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനെ അവതരിച്ചതായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു കൈമാറി നൽകിയതായ വിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പനയാണ്. ആ ഖുർആനിലേക്ക് തിരിഞ്ഞു നടക്കാനാണ് അരങ്ങടപ്പുറത്തുള്ള SKSFന്റെ പ്രവർത്തകർ ഈ മതവിജ്ഞാനവേദി നടത്തിയത്. ഈ കടലിന്റെ മക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ ഖുർആനിന്റെ കൽപ്പന. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, സഹോദര, പെങ്ങളെ പെങ്ങളെ, ഇല്ലെങ്കിൽ അദാബാണ് അദാബാണ്. വസ്ത്രവിധാനം ശരിയാക്കിയില്ലെങ്കിൽ വലിയ കഠിനമാകുന്ന ശിക്ഷയാണ് ശിക്ഷയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുൻ കാസിനിമത്തിൽ ബുഖത്തിൽ മായിലാ ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദന റിഹഹാ വഇന്ന റിഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്. കാതുള്ള പെങ്ങളെ പഠിച്ചു വെക്കണേ, ഹൃദയമുള്ള ചെറുപ്പക്കാരാ ഹൃദയത്തോട് ചേർത്ത് വെക്കണേ. എന്റെ ഭാര്യയുടെ വസ്ത്രവിധാനം ഇതാണോ? എന്റെ ഉമ്മയുടെ വസ്ത്രവിധാനം ഇതാണോ? എന്റെ പെങ്ങൾ ഇങ്ങനെയാണ് ധരിക്കുന്നത് എന്ന് ഒരു വേളയൊന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ. ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, നിസാഉൻ കാസിയാത്തുൻ, ചില സ്ത്രീകളുണ്ട് സാബ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആരിയാത്തുൻ വിവസ്ത്രരാണ്. സാബ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വസ്ത്രം ധരിക്കാത്ത പോലെയുള്ള വസ്ത്രമാണ്, അഥവാ വസ്ത്രം ധരിച്ചിട്ടുള്ള നഗ്നകളാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങൾ പറയുകയാണ്, 3 രീതിയിലുള്ള വസ്ത്രവിധാനമാണ് പറയുന്നത്. ഒന്ന്, ഉള്ളിൽ കിടക്കുന്ന അവയവങ്ങൾ പുറത്ത് കാണിക്കത്തക്ക വിധത്തിലുള്ളതാകുന്ന നേരിയ രീതിയിലുള്ള നേർമയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്
നടക്കുന്ന പെങ്ങളില്ലേ, ഉള്ളിലുള്ള അവയവങ്ങൾ പുറത്ത് കാണിക്കുന്നത്, തൊലിയുടെ നിറം പുറത്ത് കാണിക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമതായി ഖുർആൻ പറയുന്നത് ലെഗിൻസ് ധരിക്കുന്ന പെണ്ണിനെ കുറിച്ചാണ്. ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് ചേർന്നൊട്ടി നിൽക്കുന്ന ലെഗിൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങളെ, മോശപ്പെട്ട വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് പരപുരുഷന്മാർക്ക് മുന്നിൽ ഡിസ്കോ ബ്രേക്കുകൾ കളിക്കുന്ന പെങ്ങളെ, ആധുനിക പ്രതികൂലതയുടെ പ്രതിഭാസമായി നാളെയുടെ യുവപ്രതിഭയായി ജനങ്ങൾ കാണട്ടെ എന്ന് കരുതിക്കൊണ്ട് ജനങ്ങൾക്ക് മുമ്പാകെ നാണമില്ലാതെ ഉളുപ്പില്ലാതെ മോശപ്പെട്ട വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് നിലകൊള്ളുന്ന പെങ്ങളെ, എന്റെ മകൾ വലിയ ഡിസ്കോ കളിക്കുന്നവളാണ്, എന്റെ മകൾ വലിയ ഡാൻസ് കളിക്കുന്നവളാണെന്ന് പറഞ്ഞ് ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കുന്ന തരത്തിലുള്ള ടൈറ്റായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. വസ്ത്രം ധരിച്ച നഗ്നകൾ എന്നുകൊണ്ടുള്ള ഹദീസിന്റെ വിവക്ഷ തീർന്നില്ല. മൂന്നാമത്തത് ആരെന്നറിയുമോ? 3 കൂട്ടരെയാണ് വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ഒന്ന്, ഉള്ളിൽ കിടക്കുന്ന അവയവങ്ങൾ പുറത്ത് കാണിക്കാത്ത വിധത്തിലുള്ള നേരിയ വസ്ത്രം ധരിക്കുന്നവളാണ്. രണ്ടാമത്തത് ടൈറ്റായ വസ്ത്രം ധരിക്കുന്നവളാണ്. മൂന്നാമത്തത് കുറഞ്ഞ വസ്ത്രം കൊണ്ട് മതിയാക്കിയവളാണ്. അഥവാ 2 മീറ്റർ വേണമെങ്കിൽ ആ 2 മീറ്ററിന്റെ വസ്ത്രം 1/2 മീറ്റർ കൊണ്ട് ഒപ്പിച്ച് ശരീരത്തിന്റെ അവയവങ്ങൾ, അത് പൊക്കിൾ കുഴി ആയിരുന്നാലും അത് പുറംഭാഗമായിരുന്നാലും അത് ശരീരത്തിന്റെ അവയവങ്ങൾ പരപുരുഷന്മാര് കാണട്ടെ. ഇതൊക്കെ കാണിക്കാനുള്ളതാണ്. എത്ര നടിമാര് കാണിക്കുന്നുണ്ട്, എത്ര നടന്മാര് കാണിക്കുന്നുണ്ട്, എത്ര സീരിയൽ നടിമാര് കാണിക്കുന്നുണ്ട്, എത്രയോ പോൺ സ്റ്റാറുകൾ തന്റെ ശരീരത്തിന്റെ നഗ്നതകൾ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരപുരുഷന്മാർക്ക് മുന്നിൽ തയ്യാറാകുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മഇലാത്തുൻ മുമീലാത്തുൻ. ഈ രീതിയിൽ ശരീരത്തിന്റെ അവയവങ്ങൾ പുറത്ത് കാണിക്കത്ത വിധത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഉടയാടകൾ പുറത്തേക്ക് ത്രസിപ്പിക്കുന്ന രീതിയിൽ നടക്കുന്നവരെ, ചാഞ്ഞും ചെരിഞ്ഞും കുലുങ്ങിയും ഒക്കെ ജനങ്ങളെ വലിയ ആകർഷിപ്പിക്കുന്ന വിധത്തിൽ നടക്കുന്ന പെങ്ങളെ, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. നീ എന്തിനാണ് നിസ്കരിക്കുന്നത്? നീ എന്തിനാണ് പെണ്ണെ നോമ്പ് പിടിക്കുന്നത്? നീ എന്തിനാണ് പെണ്ണെ റൂഹെ ബയാനിൽ പങ്കെടുക്കുന്നത്? നീ എന്തിനാണ് പെണ്ണെ ഖുർആൻ ഓതുന്നത്? നീ എന്തിനാണ് പെണ്ണെ പാതിരാത്രി എഴുന്നേറ്റ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തനിക്ക് വേണ്ടി കടന്നു വരുമ്പോ ആ ഭർത്താവിന് വേണ്ടി സേവനങ്ങൾ ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നത്? നീ എന്തിനാണ് ഉറക്കമടിച്ചുകൊണ്ട് ദിക്റ് ചൊല്ലുന്നത്? നീ എന്തിനാണ് മക്കളെ ശുശ്രൂഷിക്കുന്നത്? നീ എന്തിനാണ് രാപകലില്ലാതെ ഈ കടലിൽ കിടന്ന് അധ്വാനിക്കുന്നത്? പെങ്ങളെ, സ്വർഗം ലഭിക്കാനാണ് എങ്കിൽ ആ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് അല്ലാഹു നിന്നെ വിദൂരത്താക്കുമേ. എന്തേ കാരണമെന്നറിയുമോ? ഈ ദുനിയാവിൽ നീ നടത്തുന്ന മോശപ്പെട്ട വസ്ത്രവിധാനം കൊണ്ടാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. തലമറക്കാത്ത പെങ്ങളില്ലേ, മാറുമറക്കാത്ത സഹോദരിയില്ലേ, ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാര് കാണട്ടെ എന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ ചാഞ്ഞും ചെരിങ്ങിയും കുലുങ്ങിയും നടക്കുന്ന പെങ്ങന്മാരെ, സഹോദരിമാരെ, ദേഷ്യം എന്നോട് പിടിക്കല്ലേ. ഇത് റസൂലുള്ളാഹിയുടെ അധ്യാപനമാണ്. ലാ യദ്ഖുലുൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിൽ കടക്കുകയേ ഇല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വലാ യജിദിന റിഹഹാ. സ്വഹാബ, അവളെ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കുകയില്ല. സ്വഹാബ, وإن ريحها لتوجد من مسيرة كذا وكذا. 700 അല്ല 7000 വർഷം വഴിദൂരം വല്ലാതെ അടിച്ചു വീശുന്ന സുഗന്ധമാണ്, പരിമളമാണ് സ്വർഗത്തിനുള്ളത്. അത്രയും ദൂരത്ത് പോലും അവൾക്ക് അവകാശമില്ല നിൽക്കാനെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ശരീരത്തിൽ നഗ്നതകൾ പരപുരുഷന്മാർക്ക് കാണിക്കുന്ന വസ്ത്രവിധാനം നടത്തുന്ന പെങ്ങളെ, തൗബ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ. അനിവാര്യമാണ്. പഠിക്കണേ. നിങ്ങൾക്കൊരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്തു അദ്ഖുലു ബൈത്തല്ലദീ തുഫിന ഫീഹി റസൂലുള്ളാഹ്. കാരുണ്യ
കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറടക്കം ചെയ്തിരിക്കുന്ന എന്റെ സൂട്ട് വീട്ടിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാ, ഞാൻ ആ വീട്ടിൽ കടക്കാറുണ്ട്. വഅബി, എന്റെ ഉപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ അടക്കം ചെയ്തിരിക്കുന്നതും അതേ വീട്ടിലാണ്. അതേ പരിശുദ്ധ മദീനയുടെ പരിസരത്തുള്ള, പരിശുദ്ധമാക്കപ്പെട്ട മദീനയുടെ പരിസരത്തുള്ളതാകുന്ന മുത്തുനബിയുടെ വീട്, അത് ആയിഷ ബീവിയുടെ വീടാണ്. ആ വീട്ടിൽ കിടന്നല്ലേ ലോകത്തിന്റെ നായകൻ വഫാത്തായത്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ മടിത്തട്ടിൽ കിടന്നാണ് റസൂലുള്ളാഹി വഫാത്തായത്. ആ പ്രവാചകൻ അടക്കം ചെയ്തിരിക്കുന്നത് എന്റെ വീട്ടിൽ തന്നെയാണ്. അതേ വീട്ടിൽ തന്നെയാണ്, ആ വീട്ടിൽ തന്നെയാണ് മറ്റൊരു ഭൗതിക ശരീരത്തെയും അടക്കം ചെയ്തിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതെന്റെ ഉപ്പയാണ്, ഉപ്പയാണ്. ഈ രണ്ടുപേരെയും കാണാൻ വേണ്ടി ഞാൻ ചെല്ലാറുണ്ട്. ചിലപ്പോൾ ഞാൻ തല മറച്ചിരുന്നില്ല. ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ പറയാൻ, ചിലപ്പോൾ ഞാൻ തല മറച്ചിരുന്നില്ല ഈ രണ്ടുപേരുടെയും മുന്നിൽ. കാരണം എന്താണ്? ഞാൻ പറയും, ഫഅഖൂലു ഫീ നഫ്സി, ഞാൻ പറയാറുണ്ട് എൻ്റെ സ്വന്തം ശരീരത്തോട് തന്നെ, ഇന്നമാ ഹുവ സൗജി വ അബി, ഈ കിടക്കുന്നത് ആരൊക്കെയാ? എൻ്റെ ഭർത്താവും എൻ്റെ ഉപ്പയുമാണ്. ഭർത്താവിൻ്റെ മുന്നിൽ തലമറയ്ക്കാതിരുന്നത് കൊണ്ട് ഒരു പെണ്ണിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കാരണം എന്താ? ശരീരം മുഴുവനും മറയ്ക്കാതെ നിൽക്കാം ഭർത്താവിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നു മുതൽ അങ്ങനെ തുടങ്ങണമെന്നല്ല, മസല പറഞ്ഞെന്നുള്ളൂ. ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും കാണിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ ഒരു പെണ്ണിന് ഭർത്താവിന്റെ മുന്നിൽ? ഇല്ല. ഇവിടെ തല മറയ്ക്കാതെ നിന്നിട്ടേ ഉള്ളൂ. ആര്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. കാരണം സ്വന്തം വീടാണ് ഒന്ന്. രണ്ടാമത് ആരാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത്? ഖബറടക്കം ചെയ്തിരിക്കുന്ന ആരാണ്? ഭർത്താവാണ്. മറ്റൊന്ന് എൻ്റെ ഉപ്പയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഉപ്പയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ്. ഉറക്കെ പറയിൻ, റളിയല്ലാഹു അൻഹു. മോനെ നേരെ ഇരിക്കും, നേരെ ഇരുന്ന് ഹവ്വാ ബീച്ചിൽ കിടക്കുന്ന പോലെ റായത്തായിട്ട് കിടക്കുക. അള്ളാഹു നമ്മളെ ബറക്കത്തിലാക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു ബറക്കത്തിരിക്കട്ടെ. ചൂടുവെള്ളം ഒഴിച്ച് അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നമാ ഹുവ സൗജി വ അബി, ഈ കിടക്കുന്നതൊന്ന് എൻ്റെ ഭർത്താവും മറ്റൊന്നാരാണ്? എൻ്റെ ഉപ്പയുമാണ്. ഞാൻ നിർത്താൻ പോവാണ് കേട്ടോ. ഈ ഒരൊറ്റ ചരിത്രം പറഞ്ഞിട്ട് നിർത്തും, അധികം നീട്ടുന്നില്ല. ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ പറയുകയാണ്, രണ്ടുപേരുടെയും മുന്നിൽ എനിക്കങ്ങനെ തലമറയ്ക്കാത്തത് കൊണ്ട് പ്രശ്നമല്ല. കാരണം എൻ്റെ ഭർത്താവും എൻ്റെ ഉപ്പയുമാണുള്ളത്. എൻ്റെ മുൻകൈ മറയ്ക്കാത്തത് കൊണ്ട് പ്രശ്നമല്ല. കാരണം വാപ്പയും ഉപ്പയും എൻ്റെ ഭർത്താവും ഉപ്പയുമാണ്. എൻ്റെ കണങ്കാല് വരെ വെളിവാക്കിയത് കൊണ്ടും കുഴപ്പമില്ല. കാരണം ഈ കിടക്കുന്നത് ഇന്നമാ ഹുവ സൗജി, ഇതെന്റെ ഭർത്താവാണ്, ലോകത്തിന്റെ നായകനാണ്. അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മറ്റൊന്നെന്റെ ഉപ്പയായ ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാണ്. അതുകൊണ്ട് എനിക്ക് വിഷയമല്ല, അന്യരായ ആളുകളല്ലല്ലോ ഇത്. ഇനി അന്യരായ ഒരു വ്യക്തി അവിടെ വരികയാണ്, അതാണ് ഈ പറയാൻ പോകുന്നത്. ആരാണ് അവിടെ അടക്കം ചെയ്തിട്ടുള്ള മൂന്നാമത്തെ ആള്? പറയാമോ? പറയാമോ? മാഷാ അല്ലാഹ്. നിങ്ങളുടെ പേരെന്താ? ഇബ്രാഹിം കുട്ടി ഉസ്താദോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ അടങ്ങിയിട്ടുണ്ട്. ഇനി ഒരാളും കൂടി അവിടെ അടങ്ങും. അതാരാന്നറിയോ? നിങ്ങളോ? ആരാണ്? ഈസാ നബി. മാഷാ അല്ലാഹ്.
അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഒരാൾക്കും കൂടെ അവിടെ സ്പേസ് ഉണ്ട്. അവിടെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം ഡമസ്കസിലെ വെള്ളമിനാരത്തിൽ 2 മലക്കിന്റെ ചിറകിൻ കീഴിലായിട്ട് ഇറങ്ങി വരും. ഇനി വരാനിരിക്കുന്ന സംഭവമാണ്. ഈസാ നബി വരും. ഇനി ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന ഈസാ നബി ഇനി അള്ളാഹു ഇറക്കും. ഡമസ്കസിലാണ് ഇറങ്ങുക. ഈ ഭൂമിയിൽ മുഴുവൻ ഇസ്ലാമികമാകുന്ന സംവിധാനം കൊണ്ടുവരും. ദജ്ജാലിനെ വധിക്കും ഈസാ നബി അലൈഹിസ്സലാം. നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ഭരണത്തിന് ശേഷം അവിടുന്ന് ഈ ലോകത്തുനിന്ന് വിട പറയും. അന്ന് മോമിനീങ്ങൾ കൊണ്ടുവന്ന് അടക്കം ചെയ്യുക പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലാണ്. ഇതൊക്കെ പഠിക്കണം. ഇനി നടക്കാനിരിക്കുന്ന സംഭവം ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ട് നബിതങ്ങൾ വഫാത്തായിരിക്കും. ഇങ്ങനെയൊക്കെ വരാനുണ്ട് എന്ന്. വലിയ വലിയ സംഭവങ്ങൾ നടക്കാനുണ്ട്. അത് വേറെ വിഷയമാണ്. തിരിച്ചു വരുന്നു, ശ്രദ്ധിക്കണേ. ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫലമ്മാ ദുഫിന ഉമറു. ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, സ്വഹാബ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പയും എന്റെ ഭർത്താവും അടക്കം ചെയ്തിരിക്കുന്ന വീട്ടിലേക്ക് ഞാൻ തലമറക്കാതെ പോയിട്ടുണ്ട്. ശരി തന്നെയാണ്. പക്ഷേ ഫലമ്മാ ദുഫിന ഉമറു, കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകുത്തകങ്ങളെ കിടുകിടാ വിറപ്പിച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യൻ എനിക്ക് അന്യനായ വ്യക്തിയാണ്. ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബൂ ലുഅ്ലുഅത്ത് എന്ന ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് സുഖമില്ലാതെ കിടക്കുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണാസന്ന വേളയിൽ നിലകൊള്ളുന്ന സമയത്ത് എന്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞു വിടുകയാണ്, ആയിഷ, അനുവാദം തരുമോ ആയിഷ, എനിക്കെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാകുന്ന ഹബീബായ നബി തങ്ങളുടെ ചാരത്ത്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചാരത്ത് ഖബറടക്കപ്പെടാനുള്ള അവസരം നൽകുമോ ആയിഷ? ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ എന്റെ ശരീരത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത്, എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ചാരത്ത് ഞാൻ മരിച്ചാൽ എനിക്ക് മടങ്ങണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ ഞാൻ കാത്തുവച്ചിരുന്ന എന്റെ സ്വന്തം വീട്ടിനുള്ളിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് ഇന്ന് നാളെ ഷഹീദാകുമെന്ന് കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ യാചിച്ചപ്പോൾ എനിക്ക് കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്റെ ശരീരത്തെ മാറ്റിവെച്ചു. ബഹുമാനപ്പെട്ടവർ മരണപ്പെടുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്താവുകയാണ്. ഇന്നാ ലില്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്ന 2ാം ഖലീഫയെ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ആയിഷ ഉമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫലമ്മാ ദുഫിന ഉമറു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൊണ്ടുവന്ന് അടക്കം ചെയ്തതിന് ശേഷം ഫവല്ലാഹി, ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഉളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ആയിഷ ഉമ്മ പറയുകയാണ്, മാ ദഖൽതു അലൈഹി ഇല്ലാ വഅന മസ്തൂദതൻ അലയ്യ സിയാബി. പിന്നെ ഞാൻ സിയാറത്തിന് പോകുമ്പോഴൊക്കെ എന്റെ ശരീരം മുഴുവനും മൂടി പതച്ചിട്ടല്ലാതെ പോയിരുന്നില്ല. നെച്ചിക്കാട്ടിലെ മക്കാമിലേക്ക് പോയിരുന്നാലും ഏർവാടി മക്കാമിലേക്ക് പോയിരുന്നാലും മമ്പുറന്നങ്ങളെ കാണാൻ പോയാലും പൊന്നാനി മഖ്ദൂമുമാരെ സിയാറത്തിന് പോയിരുന്നാലും വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയിരുന്നാലും ഭീമാ ഉമ്മയുടെ സവിധത്തിലേക്ക് പോയാലും ഉള്ളാള് ദർഗയിലേക്ക് പോയാലും ലോകത്തിന്റെ ഏത് മക്കാമിലേക്ക് പോയാലും പെങ്ങളെ ശരീരം മുഴുവനും മറക്കൽ നിർബന്ധമാണ്. കാരണം കടക്കുന്നത് നിനക്കന്യരായ വ്യക്തിയാണ്. അള്ളാന്റെ
അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ഭർത്താവാകുന്ന മുത്തുനബിയും എന്റെ ഉപ്പയാകുന്ന അബൂബക്കർ തങ്ങളും അടക്കം ചെയ്തിരിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുമ്പോ തലമറക്കാത്ത ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്ന എനിക്ക് അന്യനായ വ്യക്തി എന്റെ വീട്ടിൽ വന്ന് അടക്കം ചെയ്തിട്ട് പോലും ഫവല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ ദഖലതു അലൈഹി ഇല്ലാ വഅന മസ്തൂദതൻ അലയ്യ സിയാബി. 8 മുഴം വീതവും 10 മുഴം വീതിയുമുള്ള ആ ചെറിയ കുടിലിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോഴൊക്കെ എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും പരിപൂർണമായി മൂടി പുതച്ചിട്ടല്ലാതെ, ഹിജാബ് പാലിച്ചിട്ടല്ലാതെ, മറ പാലിച്ചിട്ടല്ലാതെ ഞാൻ കടന്നു ചെന്നിരുന്നില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഇതാണ് പെങ്ങളെ ഹിജാബ്. അന്യരാകുന്ന പരപുരുഷന്മാരിൽ നിന്ന് പരിപൂർണമായി മറ പിടിച്ചില്ലേ ഉമ്മമാര്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര്. അവർ പോകുന്ന സ്ഥലത്തേക്കല്ലേ നമുക്ക് പോകേണ്ടത്. അവർ പോയ സ്ഥലത്തേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ ഈ മോശപ്പെട്ട വസ്ത്രവിധാനം മാറ്റൽ നിർബന്ധമാണ്. വാപ്പയറിയാതെ ഉമ്മയറിയാതെ സ്വന്തം കാമുകനുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തുന്ന പെങ്ങളെ, തന്റെ പ്രിയപ്പെട്ട ഉപ്പ കടലിനോട് മല്ലടിച്ചുകൊണ്ട് കടന്നു വരുമ്പോ ആ വാപ്പയോട് നിർബന്ധം ചെലുത്തി, എനിക്ക് മൊബൈൽ ഫോൺ വേണം, എനിക്ക് ലാപ്പ് വേണം, എനിക്ക് ടാബ് വേണം, ഇന്ന കൂട്ടുകാരിക്കുണ്ട് എന്ന് നിർബന്ധം ചെലുത്തുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോളെ, 10ൽ പഠിക്കുന്ന പൊന്നുമോളെ, വാപ്പയുടേതാകുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറ്റിവെച്ച് വാപ്പ കടം വാങ്ങിയിട്ട് നിന്റെ കൈവെള്ളയിലേക്ക് വാങ്ങിച്ചു തന്ന സ്മാർട്ട് ഫോണുമായി കാമുകനുമായി രഹസ്യമായി പുതപ്പിൻ കീഴിൽ വെച്ചുകൊണ്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി നിലകൊള്ളുന്ന കടപ്പുറത്തിന്റെ പൊന്നുമോളെ, എത്ര വലിയ അദാബാണ് നിനക്ക് അല്ലാഹു സമ്മാനിക്കുക. നഊദു ബില്ലാഹ്. നീ വഞ്ചിക്കുന്നത് നിന്റെ പിതാവിനെയാണ്, നിന്നെ വഞ്ചിക്കുന്നത് നിന്റെ വാപ്പയാണ്, നിന്റെ ഉമ്മയാണ്. നിനക്ക് 9 മാസം ഗർഭം ചുമന്ന, നിനക്ക് 2 വർഷത്തോളം മുലയൂട്ടിയ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ എങ്ങനെയാണ് പെങ്ങളെ വഞ്ചിക്കാൻ നിനക്ക് തോന്നിയത്? മോശപ്പെട്ട സംവിധാനത്തിലൂടെ ഭൗതികതയുടെ ആഡംബരാസ്വാദനങ്ങൾ വാരി പുണരാൻ വേണ്ടി നിലകൊള്ളുന്ന പെങ്ങളെ, സ്വന്തം വാപ്പയറിയാതെ ഉമ്മയറിയാതെ കാമുകനുമായി ചാറ്റിംഗ് നടത്തുന്നതിനപ്പുറം തന്റെ ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാർക്ക് വാട്സാപ്പിലൂടെ മോശപ്പെട്ട രീതിയിൽ ചാറ്റിംഗ് ചെയ്യുന്ന എത്രയോ സഹോദരിമാരുണ്ട്. ശരീരത്തിന്റെ പരസ്പരം പങ്കുവെക്കാൻ പാടില്ലാത്ത അവയവങ്ങൾ പങ്കുവെക്കുന്ന പെങ്ങളെ, ബാത്റൂമിൽ കയറി ടോയ്ലറ്റിൽ കയറി നഗ്നതകൾ മുഴുവനും പരപുരുഷന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ തയ്യാറാകുന്ന 4ഉം 5ഉം പ്രസവിച്ചതാകുന്ന അരയും കടപ്പുറത്തുള്ള പെങ്ങളെ, നിന്റെ ജീവിതം മാറ്റിയെടുക്കൽ അനിവാര്യമാണ്. മോശപ്പെട്ട വസ്ത്രവിധാനം നീ നടത്തുന്നതിനപ്പുറം മോശപ്പെട്ട സംസ്കാരം നീ വാരി പുണരാ പാടില്ല. കാരണം നീ ജീവിക്കുന്നത് മലപ്പുറത്തിന്റെ തെരുവിലാണ്. ആരൊക്കെയാണ് ഇതിൽ നടന്നു പോയിട്ടുള്ളത്? താനൂർ അബ്ദുറഹ്മാൻ ശൈഖിനെ പരിചയമില്ലേ? നെച്ചിക്കാട്ട് ശൈഖിനെ പരിചയമില്ലേ? എത്രയെത്ര ഔലിയാക്കളുടെ പാദസ്പർശനം കൊണ്ട മണ്ണാണ്. വെളിയങ്ങോട് ഉമർക്കാതി പോയ മണ്ണ്, മമ്പറം തങ്ങൾ നടന്നു നീങ്ങിയ മണ്ണ്, കൊണ്ടൂർ അബ്ദുൽ ഖാദിർ സാദ് നടങ്ങി നീങ്ങിയ മണ്ണ്, ഔലിയാക്കളുടെ തേരോട്ടം നടന്നിട്ടുള്ള മണ്ണാണ്. ഈ മണ്ണിൽ വെച്ചുകൊണ്ട് മോശപ്പെട്ട രീതിയിൽ നിന്റെ ജീവിതം കൊണ്ടുപോകാൻ പാടില്ല. ഈ നാട്ടിലേക്ക് പാണക്കാടിന്റെ മുത്തലി ഹൈദരലി ശിഹാബ് തങ്ങളും മുത്തലി ബഹുമാനപ്പെട്ടതാകുന്ന ശിഹാബ് തങ്ങൾ അടക്കമുള്ള എത്രയോ മഹാന്മാര് വന്നുപോയി, എത്രയോ സയ്യിദന്മാര് വന്നുപോയി, എത്രയോ ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോയി. അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ എന്ത് ദുരിതമുണ്ടായാലും എന്ത് പ്രയാസമുണ്ടായാലും കടലിന്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ മോശമായ രീതിയിൽ പോകാൻ പാടില്ല, വഴിതെറ്റി പോകാൻ പാടില്ല. അന്യന്റെ മോശപ്പെട്ട വർത്തമാനം കേട്ടുകൊണ്ട്, അവന്റെ രാപ്പാട്ട് കേട്ടുകൊണ്ട് ശരീരത്തിന്റെ വിലപ്പെട്ടതാകുന്ന വസ്തുക്കൾ പകർന്നു കൊടുക്കാൻ പാടില്ല. നീ മറച്ചു പിടിക്കൽ നിർബന്ധമാണ്. അറിയില്ലേ നിനക്ക് റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, സുബ്ഹാനല്ലാഹ്, രോഗശയ്യയിൽ കടക്കുമ്പോൾ പൊട്ടിക്കരയുകയാണ്. കൂട്ടുകാരിയാകുന്ന ഫാത്തിമയുടെ ചാരത്തേക്ക് അസ്മാ ബിൻത് ഉമൈസ് കടന്നു വരുകയാണ്. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയെ കാണാൻ വേണ്ടി വന്നപ്പോ ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയാണ്. എന്തിനാണ് കരയുന്നത്? മരണമടുത്ത് നിൽക്കുന്ന ഫാത്തിമ, 21 വയസ്സേ ഉള്ളൂ, പൊട്ടിക്കരയുകയാണ് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കരയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ മദീനയിലെ പാവപ്പെട്ട മുസ്ലിം സഹോദരിമാരുടെ ശരീരം കണ്ടിട്ടാണ്
പറയുകയാണ്, അവർ മരിച്ചു കഴിയുമ്പോ അവരുടെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് കട്ടിൽ കടത്തിയിട്ട് അവരുടെ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരൊറ്റ പലകയുടെ മേലുള്ള മയ്യത്ത് കട്ടിലാണുള്ളത്. അന്ന് ആ കാലഘട്ടത്തിലുള്ള മയ്യത്ത് കട്ടിലിന്റെ കോലം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒറ്റ പലകയാണുള്ളത്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോ നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി വരുന്ന സ്ട്രക്ചറില്ലേ, അതേപോലെ ഒരൊറ്റ പലകയാണുള്ളത്. അതിന്മേൽ കടത്തിയിട്ട് ചുറ്റും 4 പേര് നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ ചൊല്ലിക്കൊണ്ടുപോവുകയാണ്. ഈ ഒരു കോലത്തിൽ കൊണ്ടുപോകുമ്പോ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഈ ഘട്ടത്തിൽ മരിച്ചതിന് ശേഷം 3 തുണി കഫംബുത പൊതിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫാത്തിമയുടെ ജനാസ കൊണ്ടുപോകുമ്പോ ആളുകൾ നോക്കിയിട്ട് പറയില്ലേ, ഫാത്തിമയുടെ നീളം ഇത്രയാണ്, അവളുടെ വണ്ണം ഇത്രയാണ്. കാരണം ഒറ്റപ്പലകയുടെ മുകളിൽ കടത്തുമ്പോൾ ശരീരത്തിന്റെ അവയവങ്ങളുടെ വർണ്ണവലിപ്പം അത് കാണില്ലേ, അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ബീവി ഫാത്തിമ എന്തായി പറഞ്ഞത്. മരിച്ചതിന് ശേഷമുള്ള മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്നതിന്റെ കാര്യം ഓർത്തിട്ടാണ്. മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോഴേ ഒറ്റപ്പലകയുടെ മുകളിലേക്ക് ഒരു പെണ്ണിനെ ഇങ്ങനെ കടത്തിയാല് അവളുടെ വണ്ണം അതുപോലെ നീളം എത്രയുണ്ട്. അപ്പോൾ മറ്റുള്ളവർ പറയും, ആ റസൂലുള്ളാഹിന്റെ മകൾ ഇത്ര നാൾ നമ്മൾ കണ്ടിട്ടില്ല, സ്വഹാബത്തല്ലേ കൊണ്ടുപോവുക, അന്യപുരുഷന്മാരല്ലേ കൊണ്ടുപോവുക. അപ്പോൾ അവർ നോക്കിയിട്ട് പറയും, ആ ഇത്ര നീളമാണ് ഇത്ര വണ്ണമാണ് എന്ന് അവർ ചിന്തിക്കും, മനസ്സിൽ കരുതും. അത് ഓർത്തിട്ടാണ് എനിക്ക് കരയുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എത്ര സൂക്ഷ്മത അവർ പാലിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അന്യരാകുന്ന പരപുരുഷന്മാർക്ക് മുന്നിൽ ശരീരത്തിന്റെ നഗ്നതകൾ അവർ പങ്കുവച്ചിട്ടില്ല. അതല്ലേ ആ തെളിവ്, അതല്ലേ തെളിവ്. മരിച്ചു കഴിഞ്ഞ് ജനാസ കൊണ്ടുപോകുമ്പോ ആ ജനാസ കൊണ്ടുപോകുന്നതിന്റെ കോലമോർത്തിട്ട് വിലപിക്കുന്നു ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടല്ലേ അവർ സ്വർഗീയ സ്ത്രീകളുടെ നേതാവായത്. 21 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. 21 വയസ്സുകൊണ്ട് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതൃപടവും അലങ്കരിക്കാൻ അള്ളാഹു അവസരം കൊടുത്തു ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. 29 പറയുന്നുണ്ട്, ചരിത്രം അങ്ങനെയുമുണ്ട്. ഏതുമായിക്കോട്ടെ, 30 വയസ്സിന് ചുവടെ അതാകുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. പല അഭിപ്രായങ്ങൾ പല ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 30 വയസ്സിന് ചുവടെ അത് ഓർത്താൽ മതി. ഇവിടെ നമുക്ക് 40ഉം 50ഉം വയസ്സായിട്ട് ഇപ്പോഴും വസ്ത്രവിധാനം ശരിയായിട്ടില്ല. അപ്പൊ കൂട്ടുകാരി പറഞ്ഞു, അസ്മാ ബിന്തു ഉമൈസ് എന്ന കൂട്ടുകാരിയാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്, ഭയങ്കര ദീനിയത്തായ കൂട്ടുകാരിയാണ്. അപ്പൊ അവൾ പറഞ്ഞു, വിഷമിക്കണ്ട ഫാത്തിമ, നിനക്ക് ഞാനൊരു മയ്യത്ത് കട്ടിലിന്റെ രൂപം കാണിച്ചു തരാം, എത്യോപ്യയിൽ അങ്ങനെ ഒരു മയ്യത്ത് കട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കടക്കുന്ന കടക്കയിൽ നിന്ന് എഴുന്നേറ്റു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. സുഖമില്ലാതെ കിടക്കാൻ മരണത്തിന്റെ വെപ്രാളത്തിൽ കിടക്കുന്ന വേളയാണ്. എഴുന്നേറ്റിട്ട് ചോദിച്ചു, അതെങ്ങനെയാണ്? ബാ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. കൂട്ടുകാരിയായിട്ട് പുറത്തിറങ്ങി, വീടിന്റെ പുറത്തിറങ്ങി. വീടിന്റെ മുറ്റത്ത് വന്നു. ഈന്തപ്പനയുടെ മടലുകൾ, ഇതുപോലെയുള്ള ഓലമടൽ പോലെയുള്ള മടലുകൾ ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചു കൊടുത്തു. നമ്മൾ ഇന്ന് കാണുന്ന മയ്യത്ത് കട്ടിലില്ലേ, ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിൽ, അതാദ്യമായി മദീനയിലെത്തിയത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസയ്ക്ക് വേണ്ടിയാണ്. കാണിച്ചു കൊടുത്താൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. മയ്യത്ത് കട്ടിൽ അതിൻ്റെ കോല് കമ്പ് ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഈ ഒരു കോലത്ത് വരും, അത് വെച്ച് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഫളഹിഖത്ത് ഫാത്തിമത്തു, ഇത് കണ്ടപ്പോൾ ഫാത്തിമ ബീവി പുഞ്ചിരിച്ചു. അതുവരെ കരഞ്ഞുകൊണ്ടിരുന്നവരാ. അൽഹംദുലില്ലാ, ഇങ്ങനെ കൊണ്ടുപോയാൽ മതി, വലിയ സന്തോഷം. എന്നിട്ട് അവർ പറഞ്ഞു, ഇതിൻ്റെ പുറത്തൊരു തുണിയും കൂടി ഇടണം. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ മയ്യത്തടക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു തുണി പിടിക്കുന്ന കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നതിനെ ഇപ്പോൾ ഈ തുണി പിടിക്കുന്നത് കബറടക്കുന്ന സമയത്ത് ഇതൊക്കെ ആരുടെ ശൈലിയാണ്? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞ ശൈലിയാണത്. മയ്യത്ത് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ മയ്യത്ത് കട്ടിലിൻ്റെ മുകളിൽ ഒരു തുണിയിടും. എന്തിനാ? മറയാണത്, മറ കാണിക്കുന്നതാണ്. എന്നിട്ട് ഈ മറയെല്ലാം പറ്റിയിട്ട് മയ്യത്തിനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ചില ആൾക്കാർ. ഇതിങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ബംഗാളിയെ ചിലവിന് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് കാര്യമായിട്ട്. 700 രൂപ ആയാലും കുഴപ്പമില്ല, രാവിലെ ഒരു വൈകിട്ട് ഓരോരുത്തരും ചിലവ് കൊടുത്ത് നിർത്തിയിരിക്കുക. നമ്മുടെ അവസ്ഥ എന്ന് വെച്ചാൽ എത്ര മറ പാലിക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സുബ്ഹാനല്ലാഹ് മരണപ്പെടുകയാണ്, വഫാത്താവുകയാണ്. മഹദി അവരുടെ ജനാസ ഈ നിലയ്ക്ക് തന്നെ കൊണ്ടുവരുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വസിയത്ത് ചെയ്യുകയാണ്, അസ്മായേ, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് ഒളിപ്പിക്കേണ്ടത് നീയും
എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന അലിയാര് തങ്ങളും കൂടിയായിരിക്കണം. വേറെ ആരെയും മയ്യത്ത് കുളിപ്പിക്കാൻ അനുവദിക്കരുതേ, അനുവദിക്കരുതേ. അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കൽ നടക്കുകയാണ്, കഫൻ പൊതിയൽ നടക്കുകയാണ്. മനോഹരമായ കഫൻ പൊതിഞ്ഞു, മയ്യത്ത് കെട്ടിൽ ആ രീതിയിൽ കൊണ്ടുവരപ്പെട്ടു. മദീന കണ്ട് ആദ്യം തന്നെ ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്തുകൾ കൊണ്ടുവരുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്കാണ്. അങ്ങകലെ എത്യോപ്യയിലുള്ള രൂപകൽപ്പന ചെയ്തതാകുന്ന മയ്യത്ത് കെട്ടിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കൊണ്ടുവരപ്പെടുകയാണ്, അതിലേക്ക് കടത്തപ്പെടുകയാണ്. ചുറ്റും മൂടുകയാണ് ഫാത്തിമ ബീവിയെ. എല്ലാ രീതിയിലും മറച്ചു, ലോകം മുഴുവനും കിടുകിടാ വിറച്ചു, ജനങ്ങൾ മുഴുവനും പൊട്ടിക്കരയുകയാണ്. കാരണം റസൂലുള്ള വഫാത്തായിട്ട് 6 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ പ്രവാചകർ കരളിന്റെ കഷ്ടമായി ലോകത്തിന് പരിചയപ്പെടുത്തിയതായ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളും വേർപിരിഞ്ഞു പോവുകയാണ്. 6 മാസങ്ങൾക്ക് ഇപ്പുറം റസൂലുള്ള വഫാത്തായി, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും വഫാത്താവുകയാണ്. അതാ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബത്തിൽ പ്രമുഖനായ വ്യക്തി, പ്രായം ചെന്ന മനുഷ്യൻ മയ്യത്ത് കെട്ടിലിന്റെ ഒരു ഭാഗം പിടിക്കുകയാണ്. തൊട്ടപ്പുറത്ത് അലിയാർ തങ്ങൾ എന്ന ഭർത്താവ് പിടിക്കുകയാണ്. ബാക്ക് ഭാഗത്ത് 2 ചെറിയ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു മയ്യത്ത് ചുമക്കുകയാണ്. അങ്ങനെ പള്ളിയിലേക്ക് എത്തി, മയ്യത്ത് നിസ്കാരം നടന്നു. കൊണ്ടുവന്ന ഖബറടക്കാൻ വേണ്ടി വെക്കുന്നു. മയ്യത്തതാ കൊണ്ടുവരുകയാണ്. ഖബറിന്റെ കാൽഭാഗത്ത് കൊണ്ടുവന്ന് തലവെച്ചപ്പോ ബഹുമാനപ്പെട്ട അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഖബറിനോട് പറയുകയാണ്, അല്ലയോ ഖബറേ, ഖബറേ, യാ ഖബറു അതദരി മൻ ഹാദാ, ഇതാരാണെന്നറിയുമോ? ഇതൊരു സാധാരണ പെണ്ണിന്റെ ജനാസയല്ല, ഇതൊരു സാധാരണ പെണ്ണാണെന്ന് നീ കരുതരുത്. ഹാദിഹി ബിന്തു റസൂലില്ലാഹ്, അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ്. ഇത് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട പൊന്നുമോളാണ്. ആ പൊന്നുമോളുടെ ജനാസയാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഖബറേ, ഖബറേ, ഈ പെണ്ണിനെ നീ ഒന്ന് പരിഗണിക്കണേ എന്ന് ബഹുമാനപ്പെട്ട അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. തീർന്നില്ല, തീർന്നില്ല. വസൗജത്തു അലി, പോർക്കളത്തിലെ വീരശൂരനാകുന്ന ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി എന്ന് റസൂലുള്ള പരിചയപ്പെടുത്തിയ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലി റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫയായ ബഹുമാനപ്പെട്ടവരുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാണ്. ഇതൊരു സാധാരണ പെണ്ണിന്റെ ജനാസയായി ഖബറേ നീ കാണരുതേ. വഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണ്. റസൂലുള്ള സുന്നത്ത് നിസ്കരിക്കുമ്പോൾ റസൂലുള്ളയുടെ തലയിൽ കയറി റസൂലുള്ളയെ ആനയാക്കി, റസൂലുള്ളയെ കുതിരയാക്കി കളിച്ചുകൊണ്ട് നിലകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മക്കള്, അവർ കളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദ് ദീർഘിപ്പിച്ചുകൊണ്ട് റസൂലുള്ള മക്കളോടുള്ള സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ തീരം കാണിച്ചു കൊടുത്ത പരിശുദ്ധ പ്രവാചകന്റെ പേരക്കിടാങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഖബറേ, ഖബറേ, നീ പ്രത്യേകമായി മക്കളെ ഒന്ന് പരിഗണിക്കണേ. ഈ ഭർത്താവാകുന്ന അലിയാരിനെ പരിഗണിക്കണേ. അവരുടെ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പയാകുന്ന റസൂലുള്ളയെ പരിഗണിക്കണേ. അവരെ പരിഗണിച്ചുകൊണ്ട് ഈ പെണ്ണിനെ നീ അഫ്വ് ചെയ്യണേ. ഈ പെണ്ണിനെ നീ പരിപൂർണമായി പുറത്തു കൊടുക്കണേ എന്ന് പറയുകയാണ്. ഫസമിഊ നിദാ, സുബ്ഹാനല്ലാഹ്, അരങ്ങടപ്പുറത്തുള്ള മലപ്പുറത്തിന്റെ മക്കളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. ഖബറിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം, വല്ലാത്തൊരു ശരീരം അടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫസമിഊ നിദാഅൻ മിനൽ ഖബർ, ഖബർ ശബ്ദിക്കുകയാണ്, ശബ്ദിക്കുകയാ. മാ അന മൗളിഉ ഹസബിൻ വലാ നസബ്, ഇന്നമാ അന മൗളിഉ അമലി സ്വാലിഹ്. കുടുംബ മഹിമയും കുലമഹിമയും തറവാട്ട് മഹിമയും എന്നോട് പറഞ്ഞിട്ട് എന്നെ മയക്കാമെന്ന് ചിന്തിക്കല്ലേ അബൂദറേ. ഇത് ഖബറാണ്, ഇത് 6 അടി മണ്ണിന്റെ ഇരുട്ടറയാണ്. ഇവിടെ ജീവിതത്തിൽ നന്മ ചെയ്തവർക്ക് സ്വാഗതം. നിസ്കരിച്ചിട്ടുണ്ടോ, നോമ്പ് പിടിച്ചിട്ടുണ്ടോ, സകാത്ത് കൊടുത്തിട്ടുണ്ടോ, ഹജ്ജ് ചെയ്തിട്ടുണ്ടോ, പാവ
പാവങ്ങളുടെ കണ്ണീരപ്പിയിട്ടുണ്ടോ? നിരാലംബർക്ക് അവലംബമായിട്ടുണ്ടോ? നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തിട്ടുണ്ടോ? ഔലിയാക്കളെ സ്നേഹിച്ചിട്ടുണ്ടോ? അമ്പിയാക്കൾ ആദരിച്ചിട്ടുണ്ടോ? ദീനീ സ്ഥാപനങ്ങൾ പണിതിട്ടുണ്ടോ? മഹാന്മാരെ ആദരിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടുണ്ടോ? മുതിർന്നവരെ ബഹുമാനിച്ചിട്ടുണ്ടോ? മക്കൾക്ക് വേണ്ട രീതിയിൽ ചെലവ് കൊടുത്തിട്ടുണ്ടോ? ഭാര്യയ്ക്ക് വേണ്ടുന്നതാകുന്ന ചെലവുകൾ കൊടുത്തവരാണോ? പകലും അധ്വാനിച്ചുകൊണ്ട് ജീവിതം നിലനിന്നവരാണോ? മോശപ്പെട്ട സംസ്കാരങ്ങൾ വാണിപ്പുണരാതെ ജീവിച്ചവരാണോ? കള്ളുകുടിക്കാത്തവരാണോ? വ്യഭിചരിക്കാത്തവരാണോ? സിനിമ കാണാത്തവരാണോ? സീരിയൽ ദർശിക്കാത്തവരാണോ? സിഗരറ്റ് വലിക്കാത്തവരാണോ? ലഹരി ഉൽപ്പന്നം കൈകൊണ്ട് തൊടാത്ത മക്കളാണോ? മോശപ്പെട്ട സംസ്കാരങ്ങൾ വാരിപ്പുണരാത്തവരാണോ? മാതാപിതാക്കളെ വഞ്ചിക്കാത്തവരാണോ? കച്ചവടത്തിൽ വഞ്ചന വെക്കാത്തവരാണോ? ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് വൈകുന്നേര സമയങ്ങളും രാത്രിയുടെ സമയങ്ങളും തള്ളിക്കളയാത്തവരാണോ? നിസ്കരിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് രാപ്പകലുകളെ ജീവസുറ്റതാക്കിയവരാണോ? സ്വാഗതമാണ്, സ്വാഗതമാണ്. ഖുറൈശി തറവാട്ടിലെ പെണ്ണാണെന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ മകളാണെന്ന് പറഞ്ഞ് എന്നെ വിലക്കെടുക്കാമെന്ന് കരുതണ്ട. അലിയാർ തങ്ങളുടെ ഭാര്യയായിരിക്കാം, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ ഉമ്മയായിരിക്കാം, റസൂലുള്ളാഹിയുടെ മകളായിരിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും ഖബറിൽ സുഖം കിട്ടുമെന്ന് കരുതേണ്ടതില്ല. ഫാത്തിമ, നിന്റെ ജീവിതത്തിൽ അമലുണ്ടോ എങ്കിൽ മാത്രമാണ് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് ഖബറിൽ നിന്ന് അശരീരി കേട്ടു എന്ന് 10,000 സ്വഹാബത്ത് രേഖപ്പെടുത്തുമ്പോ അരങ്ങടത്തുള്ള ചെറുപ്പക്കാരാ, പെങ്ങളെ, ആരുടെ ഖബറാണ് ഈ ശബ്ദിക്കുന്നത്? ജീവിതത്തിന്റെ സർവ്വ അവയവങ്ങളും പരപുരുഷന്മാരെ കാണാതിരിക്കാൻ നഗ്നത മറച്ചുകൊണ്ട് മറപിടിച്ചുകൊണ്ട് ഹിജാബിന്റെ വർണ്ണപരിപ്പും സമൂഹത്തിന് സമ്മാനിച്ച് സ്വർഗീയ സ്ത്രീകളുടെ നേതൃപടവും അലങ്കരിക്കത്ത വിധത്തിൽ ജീവിതം കാഴ്ചവെച്ച് അവസാന മരണാസന്ന വേളയിലായിരിക്കുമ്പോ തന്റെ കൂട്ടുകാരിയോട് അവലാതി പറയുകയാണ്. ഒറ്റക്കട്ടിൽ മയ്യത്ത് കടത്തിക്കൊണ്ടുപോകുമ്പോൾ തന്റെ ശരീരത്തിന്റെ അകാരങ്ങൾ പരപുരുഷന്മാരെ കാണില്ലേ, അതോർത്തിട്ടാണ് കരയുന്നത് എന്ന് ലോകത്തോട് വിറങ്ങലിച്ച് പറഞ്ഞ ജീവിതം മുഴുവനും സംശുദ്ധയുടെ പരിവേഷം നിർത്ത, ആ രീതിയിൽ പരിപൂർണമായി മറവേണമെന്ന് നിർബന്ധം വെച്ച, ആ രീതിയിൽ മയ്യത്ത് മറമാടിയ, ആ രീതിയിൽ മയ്യത്തിന്റെ സംസ്കരണം നടത്തിയ, ഞാൻ മരിച്ചാൽ പകല് മരിച്ചാൽ രാത്രി നടക്കണേ എന്ന് വസിയത്ത് ചെയ്ത, അതേ രീതിയിൽ തന്നെ രാത്രിയിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്ത, അഥവാ രാത്രിയുടേതാകുന്ന ഇരുട്ടിൽ എന്നെ മറ്റുള്ളവർ കാണില്ലല്ലോ, ആ രീതിയിൽ പോലും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഖബറിന്റെ സമീപനം ഈ രീതിയിലുള്ള ശബ്ദമാണ് കേട്ടത് എങ്കിൽ എന്റെയും നിങ്ങളുടെയും ഖബറിന്റെ അവസ്ഥ എങ്ങനെയാണ്? നഊദു ബില്ലാഹ്. മോശപ്പെട്ട സംസ്കാരങ്ങളെ വാരി പുണരുന്നവരല്ലേ. റമദാനിതാ പടിവാതിക്കലെത്തിയിരിക്കുകയാണ്. കള്ള് കുടിമാറാത്ത ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മോശപ്പെട്ട സംസ്കാരങ്ങൾ വാരിപ്പുണരുന്ന, കാണാത്ത സിനിമകളില്ല, കേൾക്കാത്ത പാട്ടുകളില്ല, മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, പെങ്ങളെ, പെങ്ങളെ, നഊദു ബില്ലാഹ്. എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടണം. നമ്മുടെ വസ്ത്രവിധാനം ശരിയാക്കണം. മോശപ്പെട്ട രീതിയിൽ നടക്കാൻ പാടില്ല. കണ്ണുകൊണ്ട് നോക്കുന്നത് നല്ലതാകണം, കാതുകൊണ്ട് കേൾക്കുന്നത് നല്ലതാകണം, കൈകൊണ്ട് പിടിക്കുന്നത് നല്ലതാകണം, കാലുകൊണ്ട് നടക്കുന്നത് നല്ലതാകണം, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് നല്ലതാകണം, ശരീരം മുഴുവനും സ്ഫുടം ചെയ്യണം. അങ്ങനെ സ്ഫുടം ചെയ്തെടുക്കേണ്ട മാസമാണ് പരിശുദ്ധ ശഅബാൻ. അതിനാണ് റസൂലുള്ളാഹി ദുആ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആയിരങ്ങൾ ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയവരാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. ലഹരി കുടിച്ചു പോയവരാണ് അല്ലാ, മോശപ്പെട്ട സിനിമകൾ കണ്ടുപോയവരാണ് റബ്ബേ, അനാവശ്യ ചാറ്റിംഗ് നടത്തിപ്പോയവരാണ് അല്ലാ. നീ പുറത്തു തരണേ അല്ലാ, ഞങ്ങളുടെ ജീവിത നിലവാരം നീ മെച്ചപ്പെടുത്തണേ അല്ലാ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ.